5 ഗ്രൂപ്പ്സ് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ 40 പിള്ളേർ സ്റ്റഡി ടൂർ പോകുവാണ്. 40 പേര് പോകുന്നുണ്ടെങ്കിലും നമ്മുടെ കഥ ചുരുങ്ങുന്നത് 5 പേരിലേക്കാണ്. ആദിൽ, ഫർഹാൻ, ജാസ്മിൻ, മീര, അർജുൻ ഇവർ 5 പേരും ഫിലിം പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നുമാണ്. ഇടുക്കിയിലെ അതിനിഗൂഢമായ വനാന്തരങ്ങളിലെ കറുത്ത കാട് എന്ന സ്ഥലത്തിലേക്കാണ് ടൂർ പോകുന്നത്. ഈ 5 പേർക്കും പല ലക്ഷ്യങ്ങളും ഉണ്ട് ഈ ടൂർ പോകുന്നതിലൂടെ. ആദിലിന് ഈ ഡോക്യുമെൻ്ററി വൈറലാക്കി മുംബൈയിലെ ഫിലിം സ്കൂളിൽ അഡ്മിഷൻ കിട്ടണമെന്നാണ്. ഫർഹാനാണെങ്കിൽ നാഷണൽ ജിയോഗ്രഫി വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ ആവണമെന്നും. പക്ഷേ ഇവരാരും ഈ യാത്രയുടെ ഭീകരതയെക്കുറിച്ച് അറിയാൻ പോകുന്നില്ല. അങ്ങനെ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്ന ആ യാത്ര ദിവസം വന്നെത്തി. യാത്ര പുറപ്പെട്ട് 1 മണിക്കൂർ കഴിഞ്ഞു. പുലർച്ചെ തുടങ്ങിയ യാത്രയായതുകൊണ്ട് എല്ലാവരും ഉറക്കമായിരുന്നു. യാത്രയുടെ ഒരു 1.5 മണിക്കൂർ പിന്നിട്ടതിന് ശേഷം മെയിൻ റോഡ് കഴിഞ്ഞ് കാട് തുടങ്ങുകയായി. കാടിനുള്ളിൽ ഒരു റിസോർട്ടിലാണ് എല്ലാവരും റൂം ബുക്ക് ചെയ്തിട്ടുള്ളത്. ജാസ്മിൻ അവളുടെ ബാഗിൽ നിന്നും സ്നാക്സ് എടുത്ത് എല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. അങ്ങനെ 3.5 മണിക്കൂറിൻ്റെ യാത്രയ്ക്കൊടുവിൽ അവർ അവരുടെ ഡെസ്റ്റിനേഷൻ എത്തുകയാണ്. ഒരു 1.5 ഏക്കറോളം സ്ഥലം വരുന്ന അവിടെ വലിയ ഫ്രണ്ട് യാർഡ്, അതിൻ്റെ ഒത്തുനടുക്ക് വലിയൊരു ബ്രിട്ടീഷ് ബംഗ്ലാവ്, പ്രോപ്പർട്ടിക്ക് ചുറ്റും ഒരു വേലി. അങ്ങനെ സുന്ദരമായൊരു ബ്രിട്ടീഷ് ബംഗ്ലാവ് റിസോർട്ടായിരുന്നു അവരുടെ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ. റിസോർട്ടിൻ്റെ ചുറ്റും കാടാണ്. കാട് എക്സ്പ്ലോർ ചെയ്യുകയാണെങ്കിൽ കുറേ കണ്ടെത്താനാകുമെന്നാണ് ആദിലിൻ്റെ നിഗമനം. അവർ എത്തുമ്പോഴേക്കും സൂര്യൻ ഉദിച്ചു കഴിഞ്ഞിരിക്കുന്നു. അന്നത്തെ ദിവസം അവർ സെറ്റിൽ ചെയ്യാനെടുത്തു. 2 ആഴ്ച നീളുന്ന ടൂറാണ്. വനാന്തരങ്ങളിലെ പല വൈവിധ്യങ്ങളെക്കുറിച്ച് പഠിക്കാനായിരുന്നു ലക്ഷ്യം. മീരയും ജാസ്മിനും ഒരു റൂമിലായിരുന്നു താമസം. നമ്മുടെ വോയിസും ഒരു റൂമിലായിരുന്നു താമസം. വന്നത് മുതൽ തന്നെ ഒരു നെഗറ്റീവ് ഫീൽ ചെയ്തതായി മീര ജാസ്മിനോട് പറഞ്ഞിരുന്നു. പക്ഷെ ജാസ്മിന് വൈബ് നന്നായി ഇഷ്ടപ്പെട്ടിരുന്നു. അതല്ലടി അതിൻ്റെ ഒരു രസം. ഈ കാടിൻ്റെ നടുവിൽ പഴയ ഒരു ബ്രിട്ടീഷ് ബംഗ്ലാവ് ടൂറ്, അതും ഈ തണുപ്പത്ത്. ദ്രവിച്ചു തുടങ്ങിയ മരപ്പലകളും പായൽ പിടിച്ച കരിങ്കൽ ഭിത്തികളും ഈ ബംഗ്ലാവിൻ്റെ ഭംഗി കൂട്ടിയതുപോലെയാണ് ജാസ്മിന് തോന്നിയത്. അകത്താണെങ്കിൽ വല്ലാത്തൊരു തണുപ്പ് അവരെ പൊതിഞ്ഞു. പഴകിയ തടിയും മണ്ണിൻ്റെ ഗന്ധം അവിടെ തങ്ങി നിന്നു. അവരുടെ റൂമിൽ ചുവരിൽ വലിയൊരു പഴയ ചിത്രം തൂങ്ങിക്കിടപ്പുണ്ടായിരുന്നു. അത് ബംഗ്ലാവിൻ്റെ ഉടമസ്ഥൻ്റെ വലിയ ചിത്രവുമായിരിക്കുമല്ലേ? ആദിൽ ഫർഹാനോട് ചോദിച്ചു. ഒന്നും മിണ്ടാതിരിക്കടോ, ഫർഹാൻ ചിരിച്ചു തള്ളി. രാത്രിയായപ്പോൾ അവരെല്ലാവരും ഹാളിൽ ക്യാമ്പിൽ ഫയർ ഒരുക്കി. പാട്ടും തമാശകളുമായി അന്തരീക്ഷം ഉഷാറായി. പക്ഷേ പെട്ടെന്ന് മുകളിലെത്തിയ നിലയിൽ നിന്നും ഒരു ശബ്ദം കേട്ടു. ആരോ കട്ടിലിന് മുകളിലൂടെ ചാടുന്നത് പോലുള്ളൊരു ശബ്ദം. മുകളിലെത്തിയ മുറിയിൽ ആരെങ്കിലും ഉണ്ടോ? അർജുൻ മറ്റുള്ളവരോടായി ചോദിച്ചു. കോളേജിൽ നിന്നും ടൂർ വന്നിരിക്കുന്നവരിൽ എല്ലാവരും ഇപ്പോൾ ക്യാമ്പ് ഫയറിൽ നിന്നിരിക്കുകയാണ്. കാറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും മരക്കൊമ്പ് തട്ടുന്നതാവും, ആദിൽ അവനെ ആശ്വസിപ്പിച്ചു. പക്ഷേ ആദിലിൻ്റെ ക്യാമറ ഫ്ലാഷ് അടിക്കാൻ തുടങ്ങി. അവനൊന്നും ചെയ്യുന്നില്ലായിരുന്നു, പക്ഷേ ക്യാമറ ഓരോ സെക്കൻഡിലും ഫോട്ടോകൾ എടുത്തുകൊണ്ടിരുന്നു. ഇത് ഫർഹാനും അർജുനും ശ്രദ്ധിച്ചു. ഭാഗ്യത്തിന് മറ്റുള്ളവരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. ഫോട്ടോകൾ ചെക്ക് ചെയ്യാൻ തുടങ്ങിയപ്പോൾ ആകെപ്പാടെ എല്ലാവരുടെയും ചോര മരവിച്ചുപോയി. ആ ഫോട്ടോസിൽ ആദിൽ കൂടാതെ വേറെ ഒരാളുടെ രൂപം പതിഞ്ഞിട്ടുണ്ട്. അതും അവർക്ക് തീരെ പരിചിതമില്ലാത്ത, കണ്ടു നിൽക്കാൻ പോലും പറ്റാത്ത ഭയാനകമായ ഒരു രൂപമായിരുന്നു അതിൽ പതിഞ്ഞിരിക്കുന്നത്. പെട്ടെന്ന് കരണ്ട് പോയി. ജനാലകൾ തനിയെ അടിച്ചു തകരാൻ തുടങ്ങി. ഭയന്നോടി അവർ 4 വഴിക്കും ഓടി. പക്ഷെ നമ്മുടെ 5 അംഗ സംഘം ഒരുമിച്ച് തന്നെ ഉണ്ടായിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരു ശബ്ദം കേട്ടില്ല. സംശയം തോന്നി അവർ വാതിൽ തുറക്കാൻ നോക്കിയപ്പോൾ